നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് സുനിൽകുമാർ. ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിക്കുക ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടത്തിന്. കേച്ചേരിപ്പുഴയിലേക്ക് ബസ് വീണുവെന്ന വ്യാജ സന്ദേശം. നിമിഷങ്ങൾക്കകം സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത് 6ഓളം ആംബുലൻസുകൾ. വ്യാജ സന്ദേശമെത്തിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന്റെ നമ്പറിൽ നിന്ന്. നടപടി ആവശ്യപ്പെട്ട് ആംബുലൻസ് കൂട്ടായ്മ. കുന്നംകുളം നഗരസഭയിൽ സ്മാർട്ട് സേവനം വൈകുന്നുവെന്ന് ആക്ഷേപം. കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കൌൺസിലർ. സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തിൽ പരിശോധന കർശനമാക്കി കുന്നംകുളം പോലീസ്. മദ്യം കഴിച്ചതായി കണ്ടെത്തിയ ഡ്രൈവറെ പിടികൂടി. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മേഖലാ തലങ്ങളിൽ പതാക ദിനം ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ VS സുനിൽകുമാർ ഇടതു സ്ഥാനാർത്ഥി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. CPI നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ നഷ്ടമായ മണ്ഡലം ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനായ സുനിൽകുമാറിനെ ഇടതുമുന്നണി രംഗത്തിറക്കുന്നത്. AISFലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ സുനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി പദം വരെ എത്തിയിരുന്നു. യുവജന സംഘടനയായ AIYFന്റെ ദേശീയ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്ത് തന്റെ സ്വതസിദ്ധമായ ജനകീയത കൊണ്ട് ശ്രദ്ധേയനായിരുന്നു. അന്തിക്കാട് വെളിച്ചപ്പാട് വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും പത്മാവതിയുടെയും മകനായി ജനിച്ച സുനിൽകുമാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിലും തിരുവനന്തപുരം ലോ അക്കാദമിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസ് മർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താദ്യമായി ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് പോലീസ് നടത്തിയ നരനായാട്ടിൽ തല തകർന്ന് മാസങ്ങളോളം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. നവോദയ സമരം, പ്രീ ഡിഗ്രി ബോർഡ് സമരം, ഇലക്ട്രിസിറ്റി സമരം, മെഡിക്കൽ കോളേജ് സമരം എന്നിവയുടെ മുന്നണി പോരാളിയായിരുന്നു. 2006 നിയമസഭയിലേക്ക് ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുനിൽകുമാർ 2011 കയ്പമംഗലത്ത് നിന്നും 2016 തൃശൂരിൽ നിന്നും വിജയം ആവർത്തിച്ചു. ലോക്സഭയിലേക്കുള്ള കന്നിയംഗമാണെങ്കിലും തൃശൂരിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത എല്ലാ വിഭാഗങ്ങളുമായി തികഞ്ഞ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. സിറ്റിംഗ് MP TN പ്രതാപൻ കോൺഗ്രസിനായും സുരേഷ് ഗോപി BJPക്കായും കളത്തിലിറങ്ങുമ്പോൾ തൃശൂരിൽ ഇക്കുറി പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തൃശൂരിൽ നിന്നാണ് ആരംഭിച്ചത്. അതുകൊണ്ടുതന്നെ വേനൽ ചൂടിനെ തോൽപ്പിക്കുന്ന പോരാട്ട ചൂടിനാണ് വരും ദിവസങ്ങളിൽ തൃശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ അമൃത് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. NK അക്ബർ MLA, വാർഡ് കൌൺസിലർ VK സുജിത്ത്, റെയിൽവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാരിസ് യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 10.9 കോടി രൂപ ചെലവിലാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. നടപ്പാലങ്ങൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, പൂന്തോട്ടം, അറിയിപ്പുകൾ നൽകാനുള്ള ഡിജിറ്റൽ സൗകര്യം, പ്ലാറ്റ്ഫോമും മേൽക്കൂരയും വികസിപ്പിക്കൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെഞ്ചുകൾ എന്നിവയോടെയാണ് നിർമ്മാണം. ഇതുകൂടാതെ ഗുരുവായൂർ സ്റ്റേഷന് 2 കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലിഫ്റ്റുകൾ, മേൽക്കൂരകൾ, പ്ലാറ്റ്ഫോം ഉയർത്തൽ മുതലായ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല അനുബന്ധ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ MLAയുടെ വിമർശനം. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് MLA നീരസം അറിയിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തത്. മേൽപ്പാലത്തിന്റെ താഴെ സൗന്ദര്യവൽക്കരണം 2 മാസത്തിനകം പൂർത്തിയാക്കാമെന്നാണ് കരാറുകാർ ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ മാസം 3 കഴിഞ്ഞിട്ടും 50 മീറ്റർ ദൂരത്തിൽ കാന നിർമ്മിക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. ചൊവ്വാഴ്ച മുതൽ നിർമ്മാണം ആരംഭിക്കാമെന്നും മാർച്ച് പകുതിയോടെ പൂർത്തീകരിക്കാമെന്നും കരാർ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതിനും പാർക്കിംഗ് നിരോധിക്കുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ
റിഫ്ലക്ടറുകൾ എന്നിവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ഈ മാസം വിളിച്ചു ചേർക്കാൻ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്ക് MLA നിർദ്ദേശം നൽകി. മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം, പാർക്കിംഗ്, ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങിയവയ്ക്ക് MLA ഫണ്ടിൽ നിന്ന് നഗരസഭയുടെ ആവശ്യപ്രകാരം 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും എത്രയും വേഗം ടെൻഡർ നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭ എഞ്ചിനീയറോട് MLA ആവശ്യപ്പെട്ടു. തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരയിൽ സമർപ്പിച്ച എസ്റ്റിമേറ്റ് ഡിവിഷണൽ റെയിൽവേ മാനേജർ അംഗീകരിച്ച് ചീഫ് എഞ്ചിനീയർ ബ്രിഡ്ജസിന് സമർപ്പിച്ചിട്ടുള്ളതായി കേരയിൽ അധികൃതർ യോഗത്തെ അറിയിച്ചു. കേരയിൽ എഞ്ചിനീയറുടെ അഭ്യർത്ഥന പ്രകാരം അപ്രോച്ച് റോഡിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള നഗരസഭാ തീരുമാനം അടിയന്തരമായി കേരയിലിന് സമർപ്പിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. തിരുവെങ്കിടം അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ യോഗത്തെ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, നഗരസഭാ എഞ്ചിനീയർ E. ലീല, RBDCK എഞ്ചിനീയർ ആഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളത്ത് ചൊവ്വന്നൂർ ഗെയിൽ പാചകവാതക കേന്ദ്രത്തിന് സമീപം വൻ അഗ്നിബാധ. ഉച്ചയ്ക്ക് 2 മണിയോടെ ഗെയിൽ പാചകവാതക കേന്ദ്രത്തിനോട് ചേർന്ന പാടത്താണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ ഉണങ്ങിയ പുല്ലുകൾ കത്തിനശിച്ചു. തീ ആളിപ്പടരുന്നത് കണ്ട യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ 2 യൂണിറ്റ് വാഹനങ്ങൾ സ്ഥലത്തെത്തി. പുകപടലങ്ങൾ ഉയർന്നതിനാൽ വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഗെയിൽ കേന്ദ്രത്തിലേക്ക് തീ പ്രവേശിക്കുന്നതിന് മുൻപ് തീ അണച്ചതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഏക്കർ കണക്കിന് സ്ഥലത്ത് തീ വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചതിനാൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ അപകട സാധ്യത കണക്കിലെടുത്ത് ഗെയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലും കുന്നംകുളം നഗരസഭാ ഓഫീസിലും നോട്ടീസ് നൽകുമെന്ന് സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ് അറിയിച്ചു. ആംബുലൻസ് ഡ്രൈവർമാരെ കുഴക്കി വ്യാജ അപകട വാർത്ത. കേച്ചേരി പുഴയിലേക്ക് ബസ് വീണ് അപകടമുണ്ടായെന്ന വ്യാജ സന്ദേശത്തെ തുടർന്നാണ് പ്രദേശത്തേക്ക് കുതിച്ചെത്തിയ ആംബുലൻസ് പ്രവർത്തകർ വെട്ടിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നതായുള്ള സന്ദേശം ആംബുലൻസ് പ്രവർത്തകരെ തേടിയെത്തിയത്. കുന്നംകുളം നഗരത്തിൽ സർവീസ് നടത്തുന്ന 6 സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർക്കായിരുന്നു സന്ദേശമെത്തിയത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞതോടെ ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങളും പിറകെ വെച്ചുപിടിച്ചു. എന്നാൽ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പുലി കിടന്നിടത്ത് എലി പോലുമില്ല എന്നായി അവസ്ഥ. അപകടം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതോടെയാണ് എവിടെ ഏത് നേരത്ത് ആപത്ത് സംഭവിച്ചാലും ഓടിയെത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ കബളിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ആരോ ബോധപൂർവം അയച്ചതാണ് വ്യാജ സന്ദേശമാണെന്നാണ് കരുതുന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന്റെ നമ്പറിൽ നിന്നാണ് ഫോൺ സന്ദേശം വന്നിട്ടുള്ളതെന്നാണ് ആംബുലൻസ് പ്രവർത്തകർ പറയുന്നത്. വ്യാജമായി അപകട സന്ദേശം അയച്ച് തങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആംബുലൻസ് പ്രവർത്തകർ. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി, ഹ്യൂമൻ ലവേഴ്സ്, ട്രാഫിക് എന്നിവയ്ക്കൊപ്പം സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസുമാണ് വ്യാജ സന്ദേശത്തെ തുടർന്ന് വലഞ്ഞത്. CCTV ന്യൂസ്, കേച്ചേരി. തിപ്പിലശ്ശേരിയിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. 3 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരും എക്സ് പ്രവർത്തകരും ചേർന്ന് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ചട്ടിക്കുന്നത്ത് 27 വയസ്സുള്ള രഞ്ജിത്ത്, എരുമപ്പെട്ടി ആറണ്ണട്ടിൽ 23 വയസ്സുള്ള വിജീഷ്, എരുമപ്പെട്ടി സ്വദേശി നിജിൽ എന്നിവരെയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അക്കിക്കാവ് ഭാഗത്തേക്ക് പോയിരുന്ന കാറിനെ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ച് ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ രഞ്ജിത്തിനെയും വിജീഷിനെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകരും നിജിലിനെ അല്ലമിൻ ആംബുലൻസ് പ്രവർത്തകരുമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുവായൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് KSRTC 4 പുതിയ സർവീസുകൾ ആരംഭിച്ചു. കന്നിയാത്ര NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ATO ക്ലസ്റ്റർ ഓഫീസർ TA ഉബൈദ്, ATO അസിസ്റ്റന്റ് ക്ലസ്റ്റർ ഓഫീസർ KJ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊഴിഞ്ഞാമ്പാറ വഴിയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. തീർത്ഥാടകരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് കോയമ്പത്തൂർ സർവീസ് തുടങ്ങിയത്. കുന്നംകുളം നഗരസഭയിൽ K-സ്മാർട്ട് സേവനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് 1 മാസമായി അപേക്ഷിച്ചിട്ടും ഇതുവരെയും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം. ലൈസൻസ് പുതുക്കുന്നതിനായി കച്ചവടം മുടക്കി വ്യാപാരികൾ നിരന്തരം നഗരസഭയിൽ കയറി ഇറങ്ങുകയാണെന്നും അപേക്ഷ നൽകി 2 ദിവസത്തിനുള്ളിൽ തീരേണ്ട പ്രക്രിയ ഇപ്പോഴും നീണ്ടുപോകുകയാണെന്നും K-സ്മാർട്ടിന്റെ പിഴവുകളാണ് ലൈസൻസ് നീട്ടി നൽകാൻ വൈകുന്നതെന്നും കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി.
നിരന്തരമായി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും സംഭവത്തിൽ അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ ബിജു സി ബേബി, കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ലീല ഉണ്ണികൃഷ്ണൻ, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചിരിക്കാവുന്ന ഇടങ്ങളാണ് വായനശാലകളെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ 42ാമത് വാർഷികാഘോഷവും സ്നേഹാദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കക്ഷി, രാഷ്ട്രീയ, ജാതി, മത വേർതിരിവൊന്നുമില്ലാതെ ഒരു നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഇടമുണ്ടാക്കുന്നു എന്നതൊരു വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. മനുഷ്യരെ പല നിലയിൽ തെറ്റിക്കാനും ഭിന്നിപ്പിക്കാനും അകറ്റി നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ, പല കള്ളിയിൽ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെങ്കിലും നമുക്ക് ഇപ്പൊ ജീവിക്കുന്നത് പോലെ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സംരക്ഷിക്കണം. നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർക്കുന്നു എന്നതാണ് വായനശാലകളുടെ സംഭാവന. മനുഷ്യരെ പല നിലയിൽ തെറ്റിക്കാനും അകറ്റി നിർത്താനും ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് രാജ്യമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നും അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇത്തരം വായനശാലകളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുസ്ഥിര തൃത്താല പദ്ധതിയുമായി ഗ്രാമീണ വായനശാല സഹകരിക്കുന്നതിൽ മന്ത്രി വായനശാല അംഗങ്ങളോടുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചു. വായനശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് വിതരണം എം.ബി. രാജേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. സന്ധ്യ അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. വായനശാല ആദ്യകാല പ്രവർത്തകരെയും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഡോക്ടർ ക്രിസ്റ്റി ജെയിംസ് കെ, ഡോക്ടർ ഇമ്മാനുവേൽ ജോബ് വിൽസൺ എന്നിവരെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ആദരിച്ചു. വായനശാല സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ, വായനശാല വൈസ് പ്രസിഡന്റ് ടി.എം. ബഷീർ, പി.കെ. മോഹൻദാസ്, കെ.വി. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഷോ ഫെയിം ഷെമീറിൻ്റെ കോമഡി ഷോ, നാടൻപാട്ട്, കലാവേദി, വനിതാവേദി അംഗങ്ങൾ അവതരിപ്പിച്ച ഡാൻസ്, സംഗീതം, കലാപ്രകടനങ്ങൾ, നൃത്തനൃത്യങ്ങൾ, വയലിൻ, കരാട്ടെ പ്രദർശനം, ഫുട്ബോൾ മാജിക്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. വായനശാല പ്രസിഡന്റ് ബാബു പി ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, വൈസ് പ്രസിഡന്റ് ടി.എം. ബഷീർ, ട്രഷറർ പി.എസ്. വിനു, സി.കെ. സന്ദീപ്, സി.വി. ഷാബു മാസ്റ്റർ, പി.കെ. മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COE കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CCTV ടവറിന് മുന്നിൽ മേഖലാ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ പതാക ഉയർത്തി. മേഖലാ സെക്രട്ടറി KV അബ്ദുൾ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KA യാക്കൂബ്, ഷാജി വി ജോസ്, കേബിൾ TV ഓപ്പറേറ്റർമാരായ KM എഡ്വിൻ, PK പ്രേംരാജ്, ബാബു പോൾട്ടി, CO ബിജു, AV രവി, CK പ്രിൻസൺ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മധുര വിതരണവുമുണ്ടായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COA ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് R.H. ഹാരിസ് ചാവക്കാട് നഗരത്തിൽ പതാക ഉയർത്തി. സെക്രട്ടറി KC ജെയിംസ്, ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, വൈസ് പ്രസിഡന്റ് TS രാജൻ, CA മനാഫ്, T മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തിൽ പരിശോധന കർശനമാക്കി കുന്നംകുളം പോലീസ്. മദ്യം കഴിച്ചതായി കണ്ടെത്തിയ ഡ്രൈവറെ പിടികൂടി. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഡ്രൈവർമാർ സർവീസ് നടത്തുന്നത് നിത്യസംഭവമായതോടെയാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ കുന്നംകുളം നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് സബ് ഇൻസ്പെക്ടർ U. മഹേഷിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തിയത്. KSRTC ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയിലെ ഡ്രൈവർമാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചാണ് പരിശോധിച്ചത്. പരിശോധനയിൽ കുന്നംകുളം ആൽത്തറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫ്രണ്ട്സ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ, കാട്ടകമ്പാൽ ചിറക്കൽ സ്വദേശി കോലഞ്ചേരി 43 വയസ്സുള്ള സജീവിനെ മദ്യം കഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിടികൂടി.
രണ്ടാഴ്ച മുമ്പ് ചൂണ്ടലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പാലത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിലും പോലീസ് പരിശോധന നടത്തുകയും 2 ഡ്രൈവർമാരെ പിടികൂടുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച പരിശോധനയിൽ മദ്യം കഴിച്ചതിന് പിടികൂടിയ സജീവന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യുന്നതിനൊപ്പം ബസ് കോടതിയിൽ ഹാജരാക്കുന്നതിനുമാണ് പോലീസിന്റെ തീരുമാനം. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരാനാണ് പോലീസിന്റെ തീരുമാനം. പശുവിന് കൊടുക്കാനുള്ള മരുന്ന് അബദ്ധത്തിൽ മാറിക്കഴിച്ച തൃത്താല സ്വദേശി മരിച്ചു. തൃത്താല കൊടക്കാഞ്ചേരി വീട്ടിൽ 57 വയസ്സുള്ള ഉമ്മറാണ് മരിച്ചത്. പശുവിന്റെ ചെള്ള് കളയുന്നതിനുള്ള മരുന്ന് ചുമയ്ക്കുള്ള മരുന്നാണെന്ന് കരുതി അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഞായറാഴ്ച രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. ആമിന ഭാര്യയും റഹീല, റമീസ, റിയാസ്, റിസ്വാന എന്നിവർ മക്കളുമാണ്. മൃതദേഹം തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കുനമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്ര പ്രതിഭാ പുരസ്കാരം പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ചിത്രകാരനുമായ ടി മുനേഷിന് ചൊവ്വാഴ്ച രാവിലെ 11-ന് തൈക്കാട് അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മുൻ എംപിയും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ ചെങ്ങറ സുരേന്ദ്രൻ മുനേഷിനെ ആദരിക്കും. 5001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിയ കണ്ണനെ കാണാൻ ആയിരങ്ങളെത്തി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്ക് മുതൽ ആറാട്ട് വരെ 4 ദിവസം കണ്ണൻ സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് എഴുന്നള്ളുക. ഉച്ചതിരിഞ്ഞ് നടന്ന ശീവേലിയുടെ 4ാം പ്രദക്ഷിണത്തിൽ കൊമ്പൻ ഇന്ദ്രസൻ ശിരസ് നമിച്ച് സ്വർണ്ണക്കോലമേറ്റി. ശാന്തി തിരുവാലൂർ ഹരിനാരായണൻ നമ്പൂതിരി സ്വർണ്ണക്കോലം വഹിച്ചു. കൊടിക്കൂറകൾ, സൂര്യമറകൾ, വർണ്ണത്തഴകൾ എന്നിവയോടെ രാജകീയ പ്രൗഢിയിൽ ഭഗവാൻ എഴുന്നള്ളിയപ്പോൾ കാത്തുനിന്നിരുന്ന ഭക്തജന സഹസ്രങ്ങൾ നിറകണ്ണുകളാൽ നാമജപവുമായി തൊഴുതു. വിശേഷ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചതോടെ ക്ഷേത്രത്തിനകം നാരായണ നാമത്താൽ മുഖരിതമായി. ചൊവ്വല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. സാമൂതിരിയുടെ കാലത്തെ അനുസ്മരിപ്പിച്ച് വകകൊട്ടൽ ചടങ്ങും നടന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവബലി ബുധനാഴ്ച നടക്കും. ഉത്സവബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക. അതിസങ്കീർണമായ ചടങ്ങുകൾ 6 മണിക്കൂർ നീണ്ടു നിൽക്കും. ക്ഷേത്രം തന്ത്രിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമം എന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങു നടക്കുക. 11 മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്താണ് ഉത്സവ ബലി ദർശനം. 30 കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിനെത്തുമെന്നാണ് സങ്കല്പം. ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വച്ചിരിക്കും. ഉത്സവ ബലി കണ്ടു തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക. തന്ത്രിക്കു പുറമെ തിടമ്പ് കയ്യിലേന്തുന്ന കീഴ്ശാന്തി, വിളക്ക് പിടിക്കുന്ന കഴകക്കാർ, പാണികൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകിട്ട് 4 വരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധ ഉപവാസത്തിലായിരിക്കും. പക്ഷിമൃഗാദികൾക്കു കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം. സന്ധ്യയ്ക്ക് 12 ഇടങ്ങഴി അരിവെച്ച് നിവേദ്യം ഇതിനായി ചെമ്പ് വട്ടകയിൽ മാറ്റിവെച്ചിരിക്കും. ദേശപ്പകർച്ചയാണ് ഉത്സവബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപ്പകർച്ചയിൽ നൽകുക. മാമ്പഴം, പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക്, പപ്പടം, ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ്. രാത്രി ചോറ്, കാളൻ, ഓലൻ, എരിശ്ശേരി, പച്ചടി, വറുത്തുപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ, പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഉത്സവം എന്നാൽ ക്ഷേത്രത്തിനു മാത്രമല്ല നഗരത്തിനും അലങ്കാരമാണ്. തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ മത്സരിച്ച് അലങ്കരിക്കും. ഏറ്റവും നന്നായി അലങ്കരിക്കുന്നവർക്ക് ദേവസ്വം സമ്മാനവും നൽകും. ഗുരുവായൂർ ഉത്സവത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അലങ്കാരം. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രൂപീകരിക്കുന്ന 7 സബ് കമ്മിറ്റികളിൽ ഒന്ന് അലങ്കാരമാണ്. ഇതിൽ വൈദ്യുതാലങ്കാരങ്ങൾക്കാണ് പ്രാധാന്യം. ക്ഷേത്രവും പരിസരവും വൈദ്യുതാലങ്കാരം നടത്തുന്നതിനായി 19 ലക്ഷം രൂപയാണ് ദേവസ്വം ഉത്സവ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഏറ്റവും നന്നായി അലങ്കരിക്കാൻ ദേവസ്വത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കും. സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും മത്സരിച്ച് അലങ്കരിക്കും.
ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കു പുറമെ വ്യക്തിപരമായും അലങ്കാരങ്ങൾ നടത്തും. അലങ്കാരത്തിന് ലക്ഷങ്ങൾ ചെലവിടാൻ മടിയില്ലാത്തവരുമുണ്ട്. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ വരവേൽക്കാനാണ് ഈ അലങ്കാരം നടത്തുന്നത്. ദേവീദേവന്മാരുടെ രൂപങ്ങൾ അലങ്കരിച്ചു വയ്ക്കും. നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന രൂപങ്ങളും ഉത്സവ പൊലിമയാകും. നിറപറയും നിലവിളക്കും വെച്ച് സന്ധ്യയ്ക്ക് ചേരാത് തെളിയിക്കും. രാത്രിയെ പകലാക്കുന്ന ഈ അലങ്കാരങ്ങൾ ഉത്സവ കാഴ്ചകൾക്ക് മിഴിവേകും. ഈ 2 ദിവസങ്ങളിലും ഭഗവാനൊപ്പം അലങ്കാരങ്ങളും കാണാൻ ഭക്തജനസഹസ്രം ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്ക് തൊഴാൻ താരദമ്പതികളായ ജയറാമും പാർവതിയുമെത്തി. രാവിലെയാണ് ഇരുവരും ക്ഷേത്രത്തിലെത്തിയത്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C. മനോജ് B. നായർ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഭഗവത് ദർശനത്തിനു ശേഷം തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെത്തി പ്രസാദ ഊട്ടിലും പങ്കെടുത്തു. കഞ്ഞിയും മുതിരപ്പുഴുക്കും കഴിച്ചായിരുന്നു ഇരുവരും മടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക്. സമഗ്ര ശിക്ഷ കേരള ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാലയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. സാഹിത്യ അഭിരുചിയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ശില്പശാല എഴുത്തുകാരൻ ലത്തീഫ് മമിയൂർ ഉദ്ഘാടനം ചെയ്തു. BRC ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ PS ഷൈജു അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺമാരായ KS കൃഷ്ണ, PR രാജി, AR ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. BRCക്ക് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 50 കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ശില്പശാല ചൊവ്വാഴ്ച സമാപിക്കും. വേലൂരിലെ നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. വടക്കാഞ്ചേരി, കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം വൈകിട്ട് 4-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. കുന്നംകുളം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം, തയ്യൂർ, കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ വിനിയോഗിച്ചാണ് ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കേച്ചേരി വേലൂർ റോഡ് നവീകരിച്ചത്. കുറാഞ്ചേരി ജംഗ്ഷൻ മുതൽ തലക്കോട്ടുകര അസീസി സ്കൂൾ വരെയാണ് 6 മീറ്റർ വീതിയിൽ BM&BC നിലവാരത്തിൽ നവീകരണം നടത്തിയത്. ഈ റോഡിൽ 2800 മീറ്റർ കാന നിർമ്മാണം, 10 പുതിയ കൾവർട്ട് നിർമ്മാണം, പഴയ 2 കൾവർട്ടിന്റെ നീളം കൂട്ടൽ, 1660 മീറ്റർ ഐറിഷ് ഡ്രെയിൻ നിർമ്മാണം, വെള്ളക്കെട്ടുള്ള 2ഇടങ്ങളിലായി 70 മീറ്ററോളം നീളത്തിൽ ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ എന്നിവ നടത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കുറാഞ്ചേരി വേലൂർ റോഡിനെയും ജില്ലാതല പാതയായ അത്താണി പുതുരുത്തി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് വേലൂർ ചുങ്കം, തയ്യൂർ, കോട്ടപ്പുറം റോഡ്. 1.25 കോടി രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് വിനിയോഗിച്ചത്. 4.00 മീറ്റർ വീതിയിൽ BM&BC നിലവാരത്തിലാണ് അഭിവൃദ്ധിപ്പെടുത്തിയത്. ജില്ലയിലെ പ്രധാന പാതയായ പാത്രമംഗലം റോഡിൽ പാഴിയോട്ടുമുറി മുതൽ തണ്ടിലം വരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 5.88 കോടി രൂപയാണ് വിനിയോഗിച്ചത്. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MLAമാരായ സേവ്യർ ചിറ്റ്ലപ്പള്ളി, മുരളി പെരുന്നെല്ലി എന്നിവർ മുഖ്യാതിഥികളാകും. മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും. CCTV ന്യൂസ്, വേലൂർ. കേരള മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോൺ കമ്മിറ്റി വാർഷിക കൗൺസിൽ സമസ്ത മുശാവറ അംഗം IMK ഫൈസി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി വിഷയാവതരണം നടത്തി. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ മതേതരത്വവും മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സഹവർത്തിത്വവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ലഹരിമരുന്നുകളുടെ വ്യാപനം സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും മഹല്ല് കമ്മിറ്റികൾ ഇതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. VC ഉമർ ഹാജി അധ്യക്ഷത വഹിച്ചു. അൻവർ വടക്കേക്കാട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബു ഹാജി കല്ലൂർ, സലാം ഹാജി കല്ലൂർ, കുഞ്ഞിമോൻ ഹാജി ഞമനങ്ങാട്, മുഹമ്മദ് അലി വടുതല എന്നിവർ സംസാരിച്ചു. ക്ലീൻ സിറ്റി പദ്ധതി നടപ്പാക്കാൻ ചൂണ്ടൽ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുവാനും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെയും ഭാഗമായി വ്യാപാരി സംഘടനാ ഭാരവാഹികളുടെ യോഗം സംഘടിപ്പിച്ചു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പുമായി യോജിച്ച് ഹെൽത്ത് കാർഡ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ലൈസൻസ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നിവ നടപ്പിലാക്കുന്നതിനും മാർച്ച് ആദ്യവാരത്തിൽ ലൈസൻസ് അദാലത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. മത്സ്യം, കോഴി, ബീഫ് എന്നിവ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അപേക്ഷയോടൊപ്പം അംഗീകാരമുള്ള മാലിന്യ സംസ്കരണ ഏജൻസി സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കണം. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മുഴുവൻ സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും യോഗത്തിൽ തീരുമാനമായി.
ചൂണ്ടൽ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി കേച്ചേരി, ചൂണ്ടൽ, ചിറനെല്ലൂർ, തലക്കോട്ടുകര തുടങ്ങിയ സെന്ററുകളിൽ വ്യാപാര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ മനോഹരമായ ഐ ലവ് സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുന്നതിനും പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, ഹെഡ് ക്ലാർക്ക് G ശാന്തി, പ്ലാൻ ക്ലാർക്ക് KB ലയന, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ മേരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടൽ കേച്ചേരി മേഖലാ ഭാരവാഹികൾ, വ്യാപാരി വ്യവസായി സമിതി പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 104ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും സ്റ്റാർസ് വർണ്ണക്കൂടാര പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടത്തി. സ്റ്റാഫ് സെക്രട്ടറി മുനീബ പൈക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, വാർഡ് കൗൺസിലർ ഷക്കീന മിൽസ, വാർഡ് കൗൺസിലർ സുജീഷ് AS, ചൊവ്വനൂർ BRC പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലിജു P, PTA പ്രസിഡന്റ് TK മൊയ്തീൻ, SMC ചെയർമാൻ ഷനോഫ്, MPTA പ്രസിഡന്റ് സുധ CS, OSA സെക്രട്ടറി കലാഭവൻ ബാദുഷ, സ്കൂൾ ലീഡർ ദിന നദീർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് രേഖ KV സ്വാഗതവും SRG ആഷ ജിഷി നന്ദിയും പറഞ്ഞു. പച്ചക്കറി ഉൽപാദനത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ വലിയ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്ന് മുരളി പെരുന്നെല്ലി MLA. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്കിന്റെ ഉദ്ഘാടനം കേച്ചേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പ്രതിദിനം 25 ലക്ഷം ടൺ പച്ചക്കറിയാണ് കേരളത്തിൽ ആവശ്യമായിരുന്നതെങ്കിൽ കേവലം 1 ലക്ഷം ടൺ പച്ചക്കറി മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 വർഷം കൊണ്ടിത് 17 ലക്ഷം ടൺ പച്ചക്കറിയായി വർദ്ധിപ്പിക്കാനായത് സർക്കാർ ഈ മേഖലയിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ്. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലും ന്യായമായ വിലയിൽ പച്ചക്കറി ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള ഉദ്യമം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. രംഗത്ത് കേരളം ഈ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. വലിയൊരു മുന്നേറ്റം. 25 ലക്ഷം ടൺ പച്ചക്കറി നമുക്ക് ആവശ്യമായിടത്ത് കേവലം 8 ലക്ഷം ടൺ മാത്രമാണ് ഇവിടെ ഉത്പാദനം നടത്തിയിരുന്നത്. ബാക്കിയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അത് മാറി അത് 17 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടൊരു കാര്യമാണ്. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രംഗത്ത് വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഥവാ മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കുടുംബശ്രീ നല്ല പങ്കുവഹിക്കുന്നു. ഒരു കുടുംബശ്രീ പങ്കുവഹിക്കാച്ച അവരുടെ കുടുംബാംഗങ്ങളാണല്ലോ അവരൊക്കെയാണല്ലോ ഇത് കൈകാര്യം ചെയ്തു പോണത്. അപ്പോൾ കുടുംബം സംരക്ഷിക്കാൻ കുടുംബശ്രീ, കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കുടുംബശ്രീ ഇടപെടുന്നതിൻ്റെ ഏറ്റവും മഹനീയമായ ഉദാത്തമായ ഒരു മാതൃകയാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നിങ്ങളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ചൂണ്ടൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, ഉപജീവന ഉപസമിതി കൺവീനർ സബിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്ലോക്ക് പരിധിയിലെ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ മാതൃകാ കർഷകയും സംരംഭകയുമായ സ്മിത തയ്യാറാക്കുന്ന ഐസ്ക്രീം എന്നിവ ന്യായമായ വിലയിൽ നേച്ചർ ഫ്രഷ് എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. പുന്നൂർകുളം ആൽത്തറ കുന്നത്തൂർ മണ്ണാത്തി തെരുവിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ വടുതല വട്ടമ്പാടം 40 വയസ്സുള്ള അഷ്കർ, യാത്രക്കാരായ കരിങ്കല്ലത്താണി സ്വദേശികളായ താണിശ്ശേരി ബിന്ദു, അനുഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആറ്റുപുറം ഭാഗത്തുനിന്ന് ആൽത്തറ ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞത്. പരിക്കേറ്റവരെ കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. പ്രധാന അധ്യാപിക EV സതീദേവി ടീച്ചർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും SCERT ഫാക്കൽറ്റിയുമായ മേജർ PJ സ്റ്റൈജു ക്ലാസിന് നേതൃത്വം നൽകി. അസീസ് മാസ്റ്റർ, ശ്രീനിവാസൻ മാസ്റ്റർ, ഷൈഫൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ആർഷ, അനുശ്രീ, മീനാക്ഷി, മീനു, ദീപിഷ, നിധി, അസ്ലം, അശ്വജിത്ത്, കാർത്തിക് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു.
കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി KS അഭിമന്യുവിന്റെ കണ്ണിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയോടൊപ്പം വിദ്യാർത്ഥികളും കൈകോർക്കും. 6 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സാ ആവശ്യത്തിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സമ്മാനിക്കുന്ന ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് തുടർ ചികിത്സയ്ക്കുള്ള സംഖ്യ കണ്ടെത്തുന്നതിന് തങ്ങളും രംഗത്തുണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പു നൽകിയത്. 2ാം ഘട്ട ചികിത്സാ ചെലവിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിക്കുന്ന അത്രയും തന്നെ തുക ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യഘട്ട ചികിത്സാ ധനസഹായമായ 1 ലക്ഷം രൂപ നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അഭിമന്യുവിന്റെ സഹപാഠികൾക്ക് കൈമാറി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ കണ്ണിന് കാഴ്ചശക്തിയുണ്ടായിരുന്ന അഭിമന്യുവിനെ തുടർന്ന് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. 7ാം ക്ലാസ് വരെ കുന്നംകുളം സർക്കാർ അന്ധവിദ്യാലയത്തിൽ പഠനം പൂർത്തീകരിച്ച അഭിമന്യു ഹൈസ്കൂൾ പഠനത്തിനായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ചേരുകയായിരുന്നു. കൂത്താട്ടുകുളം ശ്രീധരീയം ആയുർവേദ കണ്ണാശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത്. 3 വർഷത്തെ ചിട്ടയായ തുടർ ചികിത്സയുണ്ടെങ്കിൽ പൂർണ്ണമായും കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഇതിനായി ഏകദേശം 6 ലക്ഷം രൂപയോളം ആവശ്യമായി വരും. സ്കൂൾ പ്രിൻസിപ്പൽ MK സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗീവർഗീസ് പീറ്റർ, ജിനീഷ് തെക്കേക്കര, P സതീഷ് കുമാർ, ഗിൽബർട്ട് S പാറമേൽ, ജിനീഷ് നായർ, CS ജീസൺ എന്നിവർ സംബന്ധിച്ചു. ഷമീർ ഇഞ്ചിക്കാലായിൽ സ്വാഗതവും TV ബിജി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. അണ്ടത്തോട് GMLP സ്കൂൾ 164ാം വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മന്ദലാകുന്ന് മുഹമ്മദ് ഉണ്ണി, വാർഡ് മെമ്പർ PS അലി, മെമ്പർമാരായ KH ആബിദ്, ബുഷ്ര നൌഷാദ്, പ്രധാന അധ്യാപിക KC പ്രസന്ന, സ്റ്റാഫ് സെക്രട്ടറി സൈഫുന്നിസ ടീച്ചർ, മഹൽ സെക്രട്ടറി V മായൻകുട്ടി, സ്കൂൾ കമ്മിറ്റി ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പ്രശസ്ത മിമിക്രി നാടൻപാട്ട് കലാകാരന്മാരായ പ്രതീഷ് കലാഭവന്റെയും ബിജേഷ് ചേളാരിയുടെ നേതൃത്വത്തിൽ മിമിക്സ് ഗാനമേളയും അരങ്ങേറി. രാജ്യത്തെ ഏറ്റവും ജനപ്രിയനായ ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. രാവിലെ 11 മണിയോടെ മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹിന്ദി സിനിമയ്ക്കും ഗസൽ സംഗീതശാഖയിലെ ജനപ്രിയ ധാരയ്ക്കും പങ്കജ് ഉദാസ് നൽകിയ സംഭാവന സമാനതകളില്ലാത്തതായിരുന്നു. ചിത്തി ആയി ഹെ, ജിയെ തോ ജിയെ കേസെ, ചാന്ദി ജൈസാ രംഗ് ഹെ തേരാ സോനെ ജൈസെ ബാൽ, ഓർ ആഹിസ്തെ കീജിയെ ബാത്തേൻ, നാ കജ്രെ കിധർ, ആയിയെ ബാരിഷോം കാ മോസം എന്നിവ പങ്കജ് ഉദാസിന്റെ പ്രധാനപ്പെട്ട ജനപ്രിയ ഗാനങ്ങളിൽ ചിലതാണ്. നിരവധി ആൽബങ്ങൾ പുറത്തിറക്കി. അവ ലോകമെമ്പാടും സംഗീത കച്ചേരികളിൽ അവതരിപ്പിച്ച് ഹൃദയം കവർന്നു. ആർദ്രമായ ആലാപന ശൈലിയും ശബ്ദവും ആരാധകർ സ്വന്തമായി കരുതി ആരാധിച്ചു. 2006 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം പങ്കജ് ഉദാസിനെ ആദരിച്ചത്. 1951 മെയ് 17 ഗുജറാത്തിലെ രാജ്കോട്ടിനടുത്തുള്ള ജയ്പൂരിൽ ചർഖ്ഡി എന്ന കൊച്ചുഗ്രാമത്തിൽ ഒരു ജമീന്ദാർ കുടുംബത്തിലാണ് പങ്കജ് ഉദാസിന്റെ ജനനം. കേശുഭായ് ഉദാസ്, ജിതുബേൻ ഉദാസ് ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു പങ്കജ്. ബോംബെയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു പഠനം. ഉറുദു കവികളുടെ വരികൾ തന്റെ വേറിട്ട ശൈലിയിലൂടെ ആലപിച്ചാണ് പങ്കജ് ശ്രദ്ധ നേടിയത്. ഗുജറാത്തിലെ മൂത്ത സഹോദരൻ മൻഹർ ഉദാസ് നേരത്തെ ബോളിവുഡിൽ സാന്നിധ്യമറിയിച്ചയാളാണ്. കല്യാൺജി ആനന്ദ്ജിമാരുടെ സഹായിയായി മുകേഷിനു വേണ്ടി ട്രാക്ക് പാടിയിരുന്ന മൻഹർ ഗുജറാത്തിയിലും ഹിന്ദിയിലും പഞ്ചാബിയിലും ബംഗാളിയിലുമായി 300-ലേറെ ഗാനങ്ങൾ ആലപിച്ചു. രാജ്യത്തിന്റെ സംഗീതശാഖയ്ക്ക് അമൂല്യ സംഭാവനകൾ നൽകിയാണ് പങ്കജ് ഓർമ്മയാകുന്നത്. കൾച്ചറൽ ഡെസ്ക് CCTV. കടപ്പുറം പഞ്ചായത്തിൽ അഞ്ചങ്ങാടി വളവിൽ കടൽഭിത്തി നിർമ്മാണം നടക്കുന്ന സ്ഥലം ഗുരുവായൂർ MLA NK അക്ബർ, തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ് എന്നിവർ സന്ദർശനം നടത്തി. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണമെന്ന് ജില്ലാ വികസന സമിതിയിൽ MLAയുടെ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലം സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തിയത്. കടൽഭിത്തിക്ക് ആവശ്യമായ കല്ലുകൾ എത്തിച്ചിട്ടുണ്ടെന്നും കല്ലുകളുടെ അളവ് രേഖപ്പെടുത്തി ഇന്നു തന്നെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് അയക്കുമെന്നും അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും ഇറിഗേഷൻ എഞ്ചിനീയർ മുഹമ്മദ് ഷെഫീഖ് MLAയെയും കളക്ടറെയും അറിയിച്ചു. പെരുവല്ലൂർ സെഞ്ചുറി അഡ്വഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ സഹായത്തോടെ സംഘടിപ്പിച്ച ബ്ലോക്ക് ലെവൽ ഇന്റർ യൂത്ത് ക്ലബ് സ്പോർട്സ് മീറ്റ് സമാപിച്ചു. പൂവത്തൂർ ബ്രസുക്ക ടർഫ് കോർട്ടിലായിരുന്നു മത്സരം.
മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു അധ്യക്ഷനായി. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സി ബിൻസി ആമുഖ പ്രഭാഷണം നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, പി ജി പ്രവീൺ, ക്ലബ് പ്രസിഡന്റ് കെ എ അനീഷ്, ഭാരവാഹികളായ പി ഹരികൃഷ്ണൻ, ആകാശ്, കിരൺ, മാധവ്, മുരളി, അഭിനവ്, എൻ ആർ ജിഷ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ കോർഡിനേറ്റർ എൻ ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. 24 ബെഡുകളിൽ നിന്നായി 4 കിലോയോളം ചിപ്പി കൂണാണ് ലഭിച്ചത്. പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ കൂൺ കൃഷി ചെയ്തത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സ്റ്റാർലെറ്റ് എസ്. ഹരിതസേന സ്കൂൾ കോർഡിനേറ്റർ മരിയ രശ്മി ടീച്ചർ എന്നിവർ കൂൺ കൃഷിക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് കൃഷിഭവനിലെ ഫീൽഡ് ഓഫീസർ ബിമോൾ കൂൺ പരിപാലനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും കുട്ടികളെ കൃഷിക്കായി ഒരുക്കുകയും ചെയ്തു. 1 മാസത്തോളമായി വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചതിന്റെ ഫലമായാണ് ഇത്രയും മികവാർന്ന വിളവ് ലഭിച്ചത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ഫർണിച്ചർ വിതരണ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻറ്റോ റെനി, മെമ്പർമാരായ സിന്ധു, ബബിത ഫിലോ, പ്രദീപ് കൂനത്ത്, സുധീർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് സിൽവി ടീച്ചർ നന്ദിയും പറഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് VHSEയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. സ്കൂൾ തല ചടങ്ങിൽ AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ KT ഷാജൻ, DD ഷാജിമോൻ, PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആശ പദ്ധതി വിശദീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് തുക ലഭ്യമായത്. എടക്കഴിയൂർ സീതി സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2005-2007 VHSE ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഇതിനോടനുബന്ധിച്ച് ഗൾഫ് മേഖലയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ചടങ്ങിൽ അധ്യാപകരെ അനുമോദിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഷെഫീഖ്, സിജോ, ഉണ്ണികൃഷ്ണൻ, രോഹിത്, വിപിൻ ദാസ്, ഫസീദ, റംഷീദ, ഫാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് തെയ്യം, തിറ, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. രാത്രി വടക്കൻ വാതിലിൽ ഗുരുതിയോടെ 2 ദിവസത്തെ ആഘോഷങ്ങൾ സമാപിക്കും. മുപ്പത് വർഷം തരിശിട്ട് കിടന്നിരുന്ന പുന്നയൂർ പുന്നൂത്തടം പാടശേഖരത്തിൽ പൊന്ന് വിളയിച്ച് പാടശേഖര സമിതി. കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ, കൃഷി ഓഫീസർ K ഗംഗാദത്തൻ, കൃഷി അസിസ്റ്റന്റ് സിജിമോൻ, മുഹമ്മദ് അലി കടയിൽ, അബ്ദുൽ കരീം കരിപ്പോട്ട്, വാപ്പു വായ്പാട്ട്, KC കമറുദ്ദീൻ, ഉമ്മർ, താഹ തുടങ്ങിയ പാടശേഖര സമിതി ഭാരവാഹികൾ സംസാരിച്ചു. 7 വർഷമായും പണി തീരാത്ത ചാവക്കാട് മണത്തല സ്കൂൾ കെട്ടിടത്തിൽ റീത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ കാലത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയാണ് നാളിതുവരെയായിട്ടും പൂർത്തിയാകാത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റീത്ത് സമർപ്പിച്ചത്. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞപ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ച വിദ്യാലയമാണ് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 2 വർഷമായി കെട്ടിടം പണി നടക്കുന്നില്ല. നിലവിലെ പണി തീരാതെ കിടക്കുന്ന കെട്ടിടത്തിലാണ് വൃത്തിഹീനമായ രീതിയിലുള്ള ഭക്ഷണശാല പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രസ്തുത സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കെട്ടിടം പണി എത്രയും വേഗം പുനരാരംഭിച്ച് മതിയായ ക്ലാസ് മുറികൾ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നും ഇവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് KV സത്താർ, കൗൺസിലർമാരായ അസ്മത്ത് അലി, ഫൈസൽ കാനമ്പുള്ളി, ഷാഹിദ മുഹമ്മദ്, ബേബി ഫ്രാൻസിസ്, സുപ്രിയ രാമേന്ദ്രൻ, ഷാഹിദ പേള തുടങ്ങിയവർ സംസാരിച്ചു. പുറത്ത് വലിയ തോതിലുള്ള വികസനങ്ങൾ പത്രങ്ങളിലൂടെ പറയുമ്പോഴും വികസനത്തിന് വേണ്ടി ലഭിച്ച ഫണ്ട് 7 വർഷമായി അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരാണ് അന്താരാഷ്ട്ര നിലവാരത്തിലെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത്.
വികസനത്തിൻ്റെ വിരോധികളാണ് ഇടതുപക്ഷം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മണത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഈ കെട്ടിടം ഇന്നും സ്മാരകം പോലെ നിലനിൽക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UDFിൻ്റെ ചാവക്കാട് നഗരസഭയുടെ MP എന്ന നിലയിൽ TN പ്രതാപൻ പൂർണ്ണ പരാജയം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി LDF പുന്നയൂർക്കുളം പഞ്ചായത്ത് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് നടത്തി. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PT പ്രവീൺ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CPM പുന്നയൂർക്കുളം വെസ്റ്റ് മേഖല ലോക്കൽ സെക്രട്ടറി MK ബക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാനും CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായ KK മുബാറക്ക്, മുൻ MLAയും CPI നേതാവുമായ ഗീത ഗോപി, INL നേതാവ് ബക്കർ ആറ്റുപുറം, AD ധനീബ് തുടങ്ങിയവർ സംസാരിച്ചു. അസ്ലം മണ്ടത്തോട്, VK യൂസഫ്, PS അലി, KS ഭാസ്കരൻ തുടങ്ങി LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന് കീഴിൽ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിസിൽ ക്രിസ്റ്റിൻ രാജ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ മുഹമ്മദ് മാസിൻ PS, സെക്കൻഡ് ഇൻ കമാൻഡർ മുഹമ്മദ് അനസ് KS, പ്ലട്ടൂൺ ലീഡർമാരായ ഉമ്മുൽ ഇഷ SS, മുഹമ്മദ് ഫർഹാൻ VP എന്നിവർ പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർ AC ബാലകൃഷ്ണൻ, സ്കൂൾ മാനേജരായ RP ബഷീർ, RP സിദ്ദീഖ്, സ്കൂൾ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റീന, SPC ഗാർഡിയന്മാരായ ഷൗക്കത്ത് അലി, ഹസീന, തൃശൂർ സിറ്റി SPC പ്രൊജക്ട് ഓഫീസർ ജയപ്രകാശ്, പോലീസ് ഓഫീസർമാരായ രൺദീപ്, ഷൗജത്ത്, രാകേഷ്, SRG കൺവീനർ ജോഷി ജോർജ് എന്നിവരും വിവിധ വകുപ്പ് മേധാവികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ റീന ടീച്ചർ, പരേഡ് കമാൻഡർമാർ, പ്ലട്ടൂൺ ലീഡർമാർ, മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളായ മുഹമ്മദ് നിഹാൽ, നിവേദ്, ഫിദ പർവീൻ, മിൻഹ, ഹനീന, അതുൽ കൃഷ്ണ, ഇൽഹാം എന്നിവർ വിശിഷ്ടാതിഥിയിൽ നിന്ന് SPC നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. SPC സ്റ്റേറ്റ് ക്യാമ്പിൽ പ്ലട്ടൂൺ ലീഡറായി മികച്ച പ്രകടനം നടത്തിയ മുഹമ്മദ് മാസിൻ PS, CPOമാരായ PK സിറാജുദ്ദീൻ, PM ഷാജിന എന്നിവർ സീനിയർ SPC ഗാർഡിയൻസിന് നൽകിയ പ്രത്യേക സമ്മാനങ്ങൾ സ്വീകരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. സാമൂഹ്യവിരുദ്ധർ തകരാറിലാക്കിയ കടങ്ങോട് പഞ്ചായത്ത് വാട്ടർ ATM പ്രവർത്തന സജ്ജമാക്കി. പഞ്ചായത്തിലെ മരത്തങ്കോട് സ്കൂളിന് സമീപം സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച കുടിവെള്ള ATM ഒരാഴ്ച മുമ്പാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വാട്ടർ ATMൽ നാണയം നിക്ഷേപിക്കുന്ന ദ്വാരത്തിൽ വടി കുത്തിക്കയറ്റി സെൻസർ നശിപ്പിച്ച നിലയിലായിരുന്നു. കേടായ സെൻസറിന് പകരം പുതിയ സെൻസർ സ്ഥാപിച്ചാണ് കുടിവെള്ള ATM പ്രവർത്തന സജ്ജമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ മാരിയമ്മൻ കോവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, പഞ്ചാമൃത അഭിഷേകം, മൃത്യുഞ്ജയ ഹോമം, പൊങ്കാല എന്നിവയും ദേവി മഹാത്മ്യ പാരായണവും നടന്നു. വിശേഷാൽ പൂജകൾക്ക് അണ്ടലാടി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, കേളി എന്നിവയും നടന്നു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ പുനരുദ്ധാരണ സമർപ്പണവും ദ്രവ്യകലശവും ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. ബുധനാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, സ്ഥലശുദ്ധി, അസ്ത്രകലശം, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുപുണ്യഹം, തുടർന്ന് അത്താഴപൂജയും നടക്കും. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ചതുർശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജകൾ തുടങ്ങിയവയും ഉണ്ടാകും. മാർച്ച് 1 രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീകോവിൽ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ മാസ്റ്റർ നിർവഹിക്കും. തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ദ്രവ്യകലശവും ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ സമർപ്പണവും നടത്തപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പുണ്യവേളയിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ മാർച്ച് 8 വരുന്ന മഹാശിവരാത്രി വളരെ ഭംഗിയായി നടത്താനും കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം ഈ വർഷം ഫാദർ ഡേവിസ് ചെറമേൽ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളാൽ നമ്മളൊരു കുടുംബസഹായ ഫണ്ട് ഈ വർഷം കൊടുക്കുന്നു. അപ്പോൾ ആ ദിവസത്തിലേക്കും ആ മഹനീയ മുഹൂർത്തത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും സാധനം ക്ഷണിക്കുകയാണ്. കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, മാടമ്പുമന നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനാകും.
ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണസ്വാമി സഹകാർമ്മികനാകും. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗിരീഷ്, സെക്രട്ടറി രാജീവ് മേനോൻ, ട്രഷറർ വിജയൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. KSFE കുന്നംകുളം ശാഖയുടെ നവീകരിച്ച ഓഫീസ് കാക്കശ്ശേരി സൂക്കിലെ 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 9:30 KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ SK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSFE ചെയർമാൻ K വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൗൺസിലർ ബിജു സി ബേബി, KSFE ഡയറക്ടർമാരായ T നരേന്ദ്രൻ, UP ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MN സത്യൻ, KT ഷാജൻ, CV ജാക്സൺ, EP കമറുദ്ദീൻ, VG അനിൽ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ എന്നിവർ സംസാരിച്ചു. KSFE തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് മാനേജർ ജോൺ ഡെന്നിസൺ സ്വാഗതവും കുന്നംകുളം ബ്രാഞ്ച് മാനേജർ CA റഫീഖ് നന്ദിയും പറഞ്ഞു. ആളൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറന്നതിനു ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് രാവിലെ 8 മണിക്ക് മതമൈത്രി സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള തപസ്യ കാവടി സംഘവും ചൂണ്ടൽ സംഘത്തിന്റെ കാവടി സംഘവും തോളൂർ ബ്രദേഴ്സിന്റെ നാദസ്വരത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് രാവിലെ 11:30 ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ഒരുക്കിയിരുന്നു. രാത്രി 8 മണിക്ക് കിഴക്കാളൂർ കാർത്തിയേനി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 11:30 ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും അന്നദാനത്തിലും പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5725 രൂപ, പവന് 45,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് സുനിൽകുമാർ. ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിക്കുക ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടത്തിന്. കേച്ചേരിപ്പുഴയിലേക്ക് ബസ് വീണുവെന്ന വ്യാജ സന്ദേശം. നിമിഷങ്ങൾക്കകം സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത് 6ഓളം ആംബുലൻസുകൾ. വ്യാജ സന്ദേശമെത്തിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന്റെ നമ്പറിൽ നിന്ന്. നടപടി ആവശ്യപ്പെട്ട് ആംബുലൻസ് കൂട്ടായ്മ. കുന്നംകുളം നഗരസഭയിൽ K-സ്മാർട്ട് സേവനം വൈകുന്നുവെന്ന് ആക്ഷേപം. കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കൗൺസിലർ. സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തിൽ പരിശോധന കർശനമാക്കി കുന്നംകുളം പോലീസ്. മദ്യം കഴിച്ചതായി കണ്ടെത്തിയ ഡ്രൈവറെ പിടികൂടി. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മേഖലാ തലങ്ങളിൽ പതാക ദിനം ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.